യേശു 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 ആരിലും വലിയവൻ. യേശു 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 ആരിലും മതിയായവൻ. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ. തിന്മയാകെ മായിക്കുന്നവൻ. പാപമെല്ലാം അകറ്റുന്നവൻ. പുതുജീവൻ എന്നിൽ പകരുന്നവൻ. യേശു 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 ആരിലും വലിയവൻ. യേശു 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 ആരിലും മതിയായവൻ. യേശു ആരിലും മതിയായവൻ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെ അറിയിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 6-7 വചനങ്ങൾ. വചനം പഠിപ്പിക്കുന്നവനെ എല്ലാ നന്മയിലും പഠിക്കുന്നവൻ ഓഹരി കൊടുക്കണം. വഞ്ചനപ്പെടാതിരിപ്പീൻ. ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഗലാത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 6-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ പ്രായോഗികമായ ചില പ്രബോധനങ്ങൾ നൽകുന്ന വേദഭാഗമാണ്. ഇവിടെ തുടങ്ങുന്ന ഇങ്ങനെയാണ്: സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീയരായി നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തണം. തെറ്റിപ്പോകുന്ന ഒരാളെ വളരെ സൗമ്യതയോടെ യഥാസ്ഥാനപ്പെടുത്താൻ പറയാണ്. നമ്മളൊരാളെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ എപ്പോഴും സൗമ്യതയുടെ ആത്മാവിൽ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൽ എന്ന് പറഞ്ഞാൽ നമുക്കതിന് കഴിയാത്തതുകൊണ്ടാണ് ഈ ആത്മാവിൻ്റെ സഹായം വേണ്ടത്. യേശു കർത്താവ് പറഞ്ഞു, പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും പരിശുദ്ധാത്മാവ് വന്ന് നമുക്ക് ബോധം തരുക. അപ്പം പരിശുദ്ധാത്മാവ് നമ്മെ വഴി നടത്തും. സൗമ്യതയുടെ ആത്മാവ് നമ്മളെ വഴി നടത്തും. എന്തിനാണ്? ആത്മീയരായ നമ്മൾ ഒരാളെ തെറ്റിലകപ്പെട്ടു പോയാൽ അവനെ സൗമ്യതയുടെ ആത്മാവിൽ ദൈവസന്നിധിയിലേക്ക് തിരികെ കൊണ്ടുവരിക, യഥാസ്ഥാനപ്പെടുത്തുക. എന്നിട്ട് പറയാ, അങ്ങനെ ചെയ്യുന്ന നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിക്കണം. നമ്മൾ ഒരാളെ നേരെ ആക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പോയി കുഴപ്പത്തിൽ വീഴാതെ ഇരിക്കാനും സൂക്ഷിക്കുക. എന്നിട്ട് പറയാം, തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പി. ഇങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിക്കേണ്ടത്. താൻ അല്പനായിരിക്കെ മഹാനാകുന്നു എന്ന ഒരുവൻ നിരൂപിച്ചാൽ, അല്പന പക്ഷെ വലിയ മഹാനാന്ന് ഹൃദയത്തിൽ നിരൂപിച്ചാൽ തന്നെത്താൻ വഞ്ചിക്കുന്നു. ഓരോരുത്തൻ താൻ്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ. നമ്മൾ വേറൊരാളെയല്ല വിധിക്കേണ്ടത്, വേറൊരാൾ ചെയ്തതിന് നമ്മൾ വിലയിടുകയല്ല ചെയ്യേണ്ടത്. നമ്മുടെ തന്നെ പ്രവൃത്തി നമ്മൾ ശോധന ചെയ്യണം. എന്നാൽ അവൻ തൻ്റെ പ്രശംസ മറ്റൊരുത്തിന് കാണിക്കാതെ തന്നിൽ തന്നെ അടക്കി വെക്കും. ഓരോരുത്തൻ താൻ്റെ ചുമട് ചുമക്കുന്നുവല്ലോ. എന്നിട്ടാണ് പറയുന്നത്, വചനം പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. ഈ ദിവസങ്ങളിലൊക്കെ ദൈവവചനത്തിനെതിരായി എപ്പോഴും ടീച്ചിങ്ങുള്ളവർ. നമ്മളൊരു സഭയിലായിരിക്കുമ്പോൾ സഭയിൽ വിതയ്ക്കേണ്ട കാര്യമില്ല. വചനം പഠിപ്പിക്കുന്നവരെ
അവർക്ക് കീഴ്പ്പെട്ടിരിക്കേണ്ട കാര്യമില്ല, അവർക്ക് നന്മ കൊടുക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പഠിപ്പിക്കുമ്പോൾ ദൈവവചനം പഠിപ്പിക്കുന്ന യഥാർത്ഥമായി വചനം പഠിപ്പിക്കുന്നവൻ, പഠിക്കുന്ന ആൾ, പഠിപ്പിക്കുന്നവൻ എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണമെന്നാണ്. എന്നിട്ട് പറയാം, വഞ്ചനപ്പെടാതിരിപ്പീൻ. വിതയ്ക്കരുതെന്നൊക്കെ പറയുന്നത് പിശാചിൻ്റെ തന്ത്രമാണ്. എന്നിട്ട് പറയാം, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. കർത്താവ് വിതയെക്കുറിച്ച് ദൈവവചനം പറയാം, വിതപ്പീൻ കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനെ അമർത്തി കുലുക്കി കവിയുന്നൊരളവ് നിങ്ങളുടെ മടിയിൽ തന്നെ തരുവാണ്. അപ്പോൾ എല്ലാ തരത്തിലും നമുക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. ഇപ്പോൾ തന്നെ ദൈവരാജ്യത്തിന് വേണ്ടി വിതയ്ക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെയും എന്നെയും സഹായിക്കുമാറാകട്ടെ. എന്നിട്ട് പറയാം, ജഡത്തിൽ വിതയ്ക്കുന്നവൻ, തുടർന്ന് പറയാം, ഒരു വിതയെക്കുറിച്ച് പറയാം. ജഡത്തിലാണ് വിതയ്ക്കുന്നെങ്കിൽ അത് നാശം കൊയ്യും. ആത്മാവിനെ വിതയ്ക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യ ജീവനെ കൊയ്യും. എന്നിട്ട് തുടർന്ന് എങ്ങനെ ആത്മാവിൽ വിതയ്ക്കാം അതിനെക്കുറിച്ചാണ് പറയാം. നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. നമ്മൾ വിതച്ചിട്ട് നമുക്ക് ലഭിച്ചില്ല എന്ന് ഭാരത്തോടെ ഇരിക്കരുത്. വിതച്ചത് കൊയ്യുന്നപ്പോഴാണ്, അതിൻ്റെ തക്ക സമയത്ത്, നമുക്കത് ആവശ്യമുള്ളപ്പോൾ തക്ക സമയത്ത് അമർത്തി കുലുക്കി നമ്മുടെ മടിയിൽ തന്നെ കർത്താവ് മടക്കിത്തരും. എന്ത് പറയാണ്, ആകയാൽ അവസരം കിട്ടും പോലെ നാമും എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. അപ്പം നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത്. ഇങ്ങനെ തളർന്നു പോകാതെ ചെയ്താൽ തക്ക സമയത്ത് നാം കൊയ്യും. അതുകൊണ്ട് അവസരം കിട്ടുമ്പോൾ എല്ലാം എന്ത് ചെയ്തോണം, സഹവിശ്വാസികൾക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ നന്മ ചെയ്യാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാകട്ടെ. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ വചനം പഠിപ്പിക്കുന്നവർക്ക് അപ്പോൾ തന്നെ ആത്മാവിൽ വിതയ്ക്കാൻ, നന്മ ചെയ്യാൻ മടുപ്പില്ലാത്തവരായി തീരാൻ ഇതൊക്കെ ഞങ്ങളെ ഇന്ന് കേൾപ്പിച്ചതിനായി സ്തോത്രം. കേൾപ്പിച്ച അത്ഭുതകരമായ വചനത്തിനായി സ്തോത്രം. വചനം കേട്ട് അതനുസരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിന് അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ആകുല ചിന്തകൾ മാറിപ്പോട്ടെ, ഭയങ്ങൾ മാറട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കും. സകല മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടിൻ യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. ജീവനോടുയർത്തവനേ, അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. ജീവന്റെ ആധാരമേ, അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു.